ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി സ്റ്റഡി വ്ളോഗാണ്. ഇത് ആക്ച്വലി എൻ്റെ മോർണിംഗ് സ്റ്റഡി റുട്ടീനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഈ ഒരു റൂട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ബേബി ഉണ്ട് എന്നുള്ളത്. അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആളിൻ്റെ മൂഡിനനുസരിച്ച് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിങ്ങിൽ മാറ്റം വരാറുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു റൂട്ടീൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാറാണ് പതിവ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് എണീക്കുക എന്നുള്ളത്. കാരണം അത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളും കൂടിയാണ്. പക്ഷെ ഇപ്പം എനിക്ക് തീരെ നടക്കുന്നില്ല. കാരണം എൻ്റെ മോന് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആള് കുറച്ചധികം എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉറക്കവും പോവും, പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നേരത്തെ എണീക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും കിച്ചൺ ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് 10 മണി മാക്സിമം ബൈ 10:30 ഞാൻ പഠിക്കാനായി ഒരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് പഠിക്കാനാണ് ഞാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ അടുത്ത് മോനെ ഏൽപ്പിച്ചിട്ട് പിന്നെയാണ് ബാക്കി ഞാൻ പഠിക്കുക. ലേറ്റ് നൈറ്റും ഞാൻ അധികം ഇരിക്കാറില്ല. ഡേ ടൈമിൽ തന്നെ ഒരു 4 to 5 hours മാനേജ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ഒന്നും പറ്റാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് കറന്റ് അഫയേഴ്സ് എങ്കിലും ഞാൻ അങ്ങനത്തെ ദിവസം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. ഈ ഒരു സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ബ്രേക്സ് അവോയ്ഡ് ചെയ്യാറാണ്. അതിനിടയിൽ ഞാൻ ഒന്നിനും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി വാട്ടർ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഹൈഡ്രേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾസോ ഹെൽത്തി ഫുഡ് കഴിക്കും. മറ്റേ നമ്മൾ ജങ്ക് ഫുഡൊക്കെ ഇടയിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ചില സമയത്ത് ഞാനും കഴിക്കാറുണ്ടില്ല എന്നല്ല കേട്ടോ. പക്ഷെ നമ്മൾ ടയേർഡ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിതാ 3 hours ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ 10 o'clock തന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ 3 hours സെറ്റ് സ്ട്രെച്ച് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയിൽ ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് അത്യാവശ്യമായിട്ട് വേണമെങ്കിലും എടുക്കാം. വലിയ ഡിലേ ആവില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറന്റ് അഫയേഴ്സ് പഠിച്ച് തുടങ്ങാമെന്നാണ്. ഇതൊരു മൺഡേ ആയിരുന്നു ഞാൻ പഠിക്കുന്നത്. അപ്പൊ മൺഡേ ആണ് എനിക്ക് ഈ തൊഴിൽ വാർത്ത കയ്യിൽ കിട്ടുന്നത്. തൊഴിൽ വാർത്തയോ തൊഴിൽ വീഡിയോ ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു എഡ്യൂക്കേഷണൽ മാഗസിൻ ഫോളോ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം അതിനകത്തുള്ള നോട്ട്സ് ആണെങ്കിലും കറന്റ് അഫയേഴ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും അതിനകത്ത് ഈ ഒരു പ്രസ് എക്സാം പാറ്റേൺ ഉണ്ടല്ലോ അത് ഫോളോ ചെയ്തിട്ടാണ് എക്സാം വരുന്നത്. ഇപ്പത്തെ ഈ ഒരു മാറിയൊരു പാറ്റേണിൽ ജസ്റ്റ് കോണ്ടന്റ്സ് മാത്രം പഠിച്ചു പോയതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ കഴിഞ്ഞ LDCന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം എത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്തിലാണ് ഓരോ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ഫാക്ട് അതിനകത്ത് കുടുങ്ങിയാൽ മാർക്ക് അവിടെ മിസ്സാവുകയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയറൈസ് ആവും വേണം. ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാം ടൈമിൽ പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കറന്റ് അഫയേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 hour അത് പഠിച്ചു. ഈ തൊഴിൽ വാർത്തയിലുള്ളത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ചിട്ട് നോട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിലെ കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. അതിനിടയിൽ നൊബേൽ പ്രൈസിന്റെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പല കൺട്രീസിലുള്ള ആൾക്കാരതായതുകൊണ്ട് പേരുകൾ നമുക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ നെയിംസ് ഒക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഫോട്ടോസ് വരും. അപ്പോൾ ഈ ഫോട്ടോസും നെയിംസും ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് മെമ്മറിയിൽ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. അതിനിടയിൽ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബേബീനെ അമ്മേൻ്റെ അടുത്ത് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മോനെ പിക്ക് ചെയ്യാൻ പോകണം. ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ എൻ്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. വീണ്ടും അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി പിന്നെ വീണ്ടും സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം പഠിക്കുന്നത് മാത്സ് ആണ്. ഡെയിലി ഞാൻ മാത്സ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ് എനിക്ക് മാത്സ്. പക്ഷെ എന്നാലും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലല്ലോ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല മാത്സിൽ നോക്കേണ്ടത്. എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര കുറച്ച് സമയം നമ്മൾ എടുക്കുന്നോ അത്രത്തോളം നമുക്ക് ടൈം കിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ബാക്കി GK-യിലുള്ളതൊക്കെ റീഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മാത്സിന് ഫോളോ ചെയ്യുന്നത് ജെറിൻ സാറിന്റെ ക്ലാസ് ആണ്. ട്രിക് ടേൺ എന്ന് പറയുന്നത് യൂട്യൂബ് ക്ലാസ് തന്നെയാണ്, ഫ്രീ ക്ലാസ് തന്നെയാണ്. എനിക്ക് സാറിന്റെ ക്ലാസ് ആണ് കുറച്ചും കൂടി ഫോളോ ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. സാർ കറക്റ്റ് മെത്തേഡും പറഞ്ഞു തരും, പ്ലസ് ഷോർട്ട് കട്ട്. അങ്ങനെയാണ് സാറിന്റെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഡെയിലി നമ്മൾ മാത്സിന് വേണ്ടിയിട്ട് ഒരു ടൈം അലൊക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ലാംഗ്വേജസും. ഇപ്പം ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. മലയാളത്തിന് ഞാൻ നല്ല വീക്കായതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും മാത്സും ഞാൻ ഡെയിലി അതിന് ടൈം അലോട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പം ഞാനും സാറിൻ്റെ കൂടെ തന്നെ വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഓരോ ടോപ്പിക് വൈസ് അല്ല, ആക്ച്വലി വീഡിയോ വൈസായിട്ട് സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതൊക്കെ അപ്ലോഡഡ് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഡെയിലി ചെയ്ത് നോക്കും. ഡെയിലി ഇൻ ദ സെൻസ് ഓരോ വീഡിയോ കാണുന്നു, അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് അതിൻ്റെ കറക്ഷനും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി സെഷൻ വൈൻഡപ്പ് ചെയ്യുള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്